അധികാരത്തിലേറിയതു മുതൽ നരേന്ദ്രമോദിയും ചില തന്ത്രങ്ങളൊക്കെ പയറ്റി തുടങ്ങിയതായി നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ. പ്രത്യേകിച്ചും കേരളത്തെ ലക്ഷ്യം വച്ച് ഇവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കുക എന്നതാണ് മുഖ്യ അജണ്ട. അതിനായി ചില പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് ആളെ പിടിക്കാനാണ് പരിപാടി. കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിക്കുന്ന 24 കിലോമീറ്റർ ദേശീയപാത 4 വരി പാതയാക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനവും അത്തരത്തിൽ ഒന്നായിരുന്നു. നരേന്ദ്രമോദിയുടെ ചിത്രം വച്ച് പത്രപരസ്യവും ഫ്ലക്സ് ബോർഡുകളുമൊക്കെ പുറത്തിറക്കി. വി മുരളീധരനെ MLA-മാർക്ക് മുകളിൽ ഇരുത്തി. നിതിൻ ഗഡ്കരി ഉദ്ഘാടനത്തിനുമെത്തി. ഉദ്ഘാടനത്തിനായി പോകുന്ന വഴികളിലൊക്കെ കോൺഗ്രസുകാരും BJPക്കാരും മത്സരിച്ച് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു. അതിലൊന്നും പോരാഞ്ഞാണ് അടുത്തത്. കോൺഗ്രസുകാരും BJPക്കാരും ഫ്ലക്സ് ബോർഡ് വെച്ച് ആഹ്ലാദിക്കുമ്പോൾ സഖാക്കൾ എന്തു ചെയ്യും? ഇതെല്ലാം കണ്ട് വേദിയിൽ കയറി പ്രസംഗിച്ച് ആശ്വസിക്കാമല്ലോ എന്ന് കരുതി സഖാവ് V ശിവൻകുട്ടി ഇരിക്കുമ്പോഴാണ് ഹൃദയം തകർത്ത ആ കാഴ്ച. ശിലാഫലകത്തിൽ MLA-മാർക്ക് മുകളിൽ പ്രോട്ടോകോൾ ലംഘിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പഴയ ശത്രുതയൊക്കെ മറന്ന് MA വാഹിദുമായി കൂട്ടുചേർന്ന് ശിവൻകുട്ടി പോരാടാൻ തീരുമാനിച്ചു. എന്നാലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത മുരളീധരന്റെ പേര് നോക്കൂ. ഒരു പഞ്ചായത്ത് മെമ്പർ പോലല്ല, ഭാവിയിൽ ചിലപ്പോൾ അദ്ദേഹം അതിനേക്കാൾ വലിയ സ്ഥാനങ്ങളെത്തി വരുമായിരിക്കും, അതൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത മുരളീധരനെ ഇവിടെ MLA-മാരുടെ മുമ്പിൽ ഈ പേര് അദ്ദേഹത്തിൻ്റെ മാത്രം വയ്ക്കുകയും ഈ ശിലാഫലകത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശിലാഫലകം കേരളത്തിൽ ഉണ്ടാകുന്നത്. തനി പ്രോട്ടോകോൾ ലംഘനമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ് പ്രോട്ടോകോൾ ലംഘനമാണ്. ഈ പ്രോട്ടോകോൾ ലംഘനത്തിനെതിരെ ഞാൻ സംസ്ഥാന നിയമസഭയിൽ സ്പീക്കർക്ക് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഗവൺമെൻറ് ഉണ്ടായിരുന്ന അവസരത്തിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയായിരുന്നു. കേരളത്തിൽ നടന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ചടങ്ങിൽ പോലും KPCC പ്രസിഡന്റ് പേര് വച്ചിട്ടില്ല. ഇവിടെ ഒരു പ്രോട്ടോക്കോളും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിന് പ്രോട്ടോക്കോളൊന്നും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടില്ല. ഇവിടെ സാധാരണഗതിയിൽ അങ്ങനെയാണെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെയും കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ VM സുധീരൻ്റെയും അതുപോലുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ പേരും കൂടെ വയ്ക്കണമായിരുന്നു. എന്തായാലും ഇത് കാണിച്ചത് തനി രാഷ്ട്രീയമാണ്. അത് ഞങ്ങൾ MLA-മാരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ഞാനുണ്ട്, ശ്രീ വാഹിദുണ്ട്, ശ്രീ KT ജോർജുണ്ട്, ജമീല പ്രകാശമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കാതെ പുറത്തു പോകുന്നതിന് വേണ്ടി ഇരിക്കുന്ന അവസരത്തിലാണ് ഇവിടെ യോഗം അവസാനിച്ചതായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം ചടങ്ങിനെ വെറും BJPയുടെ രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ശ്രമം നടത്തിയത്. സങ്കടം നിറഞ്ഞു കഴിയുമ്പോൾ ഉമ്മൻചാണ്ടിയും ഗഡ്കരിയും കൂടി ക്രെഡിറ്റ് അങ്ങ് കൊണ്ടുപോയി. കഴക്കൂട്ടം ബൈപ്പാസിന്റെ പേരിൽ വോട്ട് കിട്ടുന്നത് ആർക്കാണ് എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് ചെന്നിത്തലയുടെ ഗദ്ഗതം. രാഷ്ട്രീയ ലക്ഷ്യത്തോട് ചോദിക്കാം.